രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ റെയ്ഡ് സംഘടിപ്പിക്കപ്പെട്ടത്. കഴിഞ്ഞ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും പ്രതിപക്ഷ നേതാക്കളെ, പ്രത്യേകിച്ച് കേരളത്തിൽ വരുമ്പോൾ പിണറായി വിജയൻ, കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള ആളുകളെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വേട്ടയാടിയതിൻ്റെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഒരു തെളിവുണ്ടായിട്ടല്ല, ഒരു വസ്തുതയും ഉണ്ടായിട്ടല്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മുമ്പ് കോൺഗ്രസ് പറഞ്ഞിരുന്നു, രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് ചോദിച്ച് എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതെന്നാണ്. കേരളത്തിൽ വരുമ്പോൾ ED നല്ലതും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നല്ലതും, കേരളത്തിന് വെളിയിൽ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മോശവും എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് അതിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ED വേട്ടയാടിയതിൽ കോൺഗ്രസ് നേതാക്കളുമുണ്ട്. ചിദംബരം അങ്ങനെയുള്ള ആളാണ്. നാഷണൽ ഹെറാൾഡ് കേസിൻ്റെ ഭാഗമായിട്ടുള്ള നമുക്കറിയാം, ഈ സോണിയാഗാന്ധിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെ പ്രതിയായി അവരുടെ മുമ്പിൽ അന്വേഷണത്തിന് വിധേയമായി ചെന്നു നിന്ന ആളുകളാണ്. ഞങ്ങളതിൽ സ്വീകരിച്ചൊരു നിലപാടുണ്ട്. ആ നിലപാട് ഇത്തരം അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്നത് തെറ്റാണെന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്നും ഇന്നും ഏത് രാഷ്ട്രീയമെന്ന് നോക്കിയല്ല, ഇന്ത്യയിലെ BJP ഇതര സംസ്ഥാന ഗവൺമെൻറ്റുകളെയും BJP ഇതര നേതാക്കളെയും വേട്ടയാടുമ്പോൾ അതിനെതിരായി നിശ്ചയദാർഢ്യത്തോടുള്ള നിലപാട് ഇന്ന് വേട്ടയാടപ്പെടുന്ന സഖാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ED വിശ്വാസയോഗ്യമായൊരു സ്ഥാപനമൊന്നുമല്ല. രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി EDയെ നിരവധി വട്ടം ഉപയോഗിച്ചത് നമുക്ക് ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ അറിയാം. ചിലർ വൻതോതിൽ പണം കൊടുത്ത് EDയുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തൃശ്ശൂർ ജില്ലയിലെ തന്നെ അനുഭവങ്ങളുണ്ട്. കച്ചവടക്കാരോട് ചോദിച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ പറയും. എല്ലാ കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെട്ട സാമ്പത്തിക കുറ്റകൃത്യങ്ങളെല്ലാം ED അന്വേഷിക്കുന്നുണ്ടോ? തൃശ്ശൂർ ജില്ലയിൽ കൊടകര കുഴൽപ്പണ കേസുണ്ടായി. ED അന്വേഷിച്ച് എന്തെങ്കിലും വിവരം വന്നോ? EDയുടെ അന്വേഷണം എന്തായി എന്ന് ഇന്നിപ്പോൾ ഈ ED അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്ന, അതിൽ സന്തോഷിക്കുന്ന UDF നേതൃത്വം ആ കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? BJPയുടെ തൃശ്ശൂരിലെ ഓഫീസ് സെക്രട്ടറിയായ തിരൂർ സതീഷ് എങ്ങനെയാണ് ആ പണം വന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് പരസ്യമായി പറഞ്ഞില്ലേ? കോടതിയിൽ ഉൾപ്പെടെ അദ്ദേഹം പോയില്ലേ? EDയുടെ അന്വേഷണത്തിൽ ഒരു തെളിവിന് വേണ്ടി സാക്ഷിയായി അദ്ദേഹത്തിന് സ്വീകരിക്കുന്ന സമീപനം ഉണ്ടായോ? അപ്പോൾ ED എന്ന് പറയുന്ന അന്വേഷണ ഏജൻസി രാഷ്ട്രീയ യജമാനന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സമീപനം സ്വീകരിക്കുക. ആ അന്വേഷണം കാണിച്ചിട്ടുള്ള വിരട്ടലൊന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വേണ്ട എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ വിരട്ടലിൻ്റെ ഭാഗമായി കീഴടങ്ങിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് BJPക്ക് താണ്ഡവമാടാൻ കേരളത്തിനെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് EDയുടെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കുള്ളത്. പിണറായിയെക്കുറിച്ച് ഈ രാജ്യത്ത് എല്ലാവർക്കും അറിയാം. പിണറായി ഈ മർദ്ദനങ്ങളെയും അതുപോലെ തന്നെ വേട്ടയാടലുകളെയും അതിജീവിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി വന്നയാളാണ്. അദ്ദേഹത്തെ ഈ വേട്ടയാടലിനെതിരായി നാട് ഒരുമിച്ച് അണിനിരക്കും. ജനാധിപത്യ വിശ്വാസികൾ അണിനിരത്തിക്കൊണ്ടുള്ള അതിശക്തമായ പോരാട്ടത്തിലേക്ക് ഞങ്ങൾ പോകും.